വളരെ വലിയൊരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് കെയറിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ സമ്മേളനത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സ്നേഹിതൻ സലാം കന്യാപ്പാടി, അത് നമ്മുടെ ദുബായിലെ KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയാണ്. നമ്മുടെ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെയും സംസ്ഥാന തലത്തിൽ തന്നെയുള്ള നേതാക്കന്മാർ പലരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ തന്നെ സംഘാടക സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറി നമ്മുടെ ദുബായ് KMCCയുടെ ഭാരവാഹി കൂടിയായിട്ട് അദ്ദേഹം ഹനീഫ് അവിടെയുണ്ട്. CT സംസാരിച്ച് പോയെന്ന് പറഞ്ഞു. കലക്ടർ മൊയ്ൻ ഹാജി സാഹിബ് നിരന്തരമായി ഈ കാര്യത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. PV സാജി ഇവിടെ സംസാരിച്ചു. നമ്മുടെ ദേശീയ അടിസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെയേറെ ഊന്നൽ കൊടുത്ത് വർക്ക് ചെയ്യുന്ന പ്രിയങ്കനായ നിസാർ തലക്കര ഇവിടെയുണ്ട്. ഞാനിവിടെ എത്താനുള്ള നിമിത്തത്തിൻ്റെ കാരണം തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മജി സാഹിബുമായിട്ടുള്ള ബന്ധമാണ്. നിസാർ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. കടവത്ത് ഇവിടെയുണ്ട്. അബ്ദുറഹ്മാൻ 14 AGC ബഷീർ ഇവിടെയുണ്ട്. കൂടാതെ അബ്ദുൽ കുഞ്ഞി സാഹിബ് അവർ, നമ്മുടെ പ്രിയപ്പെട്ട MLA അസീസ് മരിക്കെ, മാഹിൻ കേളോട്ട്, കല്ലട്ട അബ്ദുൽ ഖാദർ സാഹിബ് അവർ, ബഷീർ വള്ളിക്കോത്ത്, നമ്മുടെ പ്രിയങ്കനായ നേതാവും പ്രാസംഗികനും എല്ലാമായിട്ടുള്ള വ്യക്തി. റൌഫാജി ഉണ്ട്. അതുപോലെ ഇക്ബാൽ, KB മോമോഞ്ഞി, KK കമറുദ്ദീൻ, സത്താർ വടക്കേൽ, അഷ്റഫ് എടഞ്ഞൂർ, ഹംസ തോട്ടി, അബ്ദുള്ള ആറങ്ങാടി, KP അബ്ബാസ് കർണാട്, ഹുസൈനാർ, ബഷീർ പാർപ്പള്ളി, റഷീദ് ഹാജി, റാഫി പള്ളിപ്പുറം, സലീം ചേരങ്കൈ, അനസ് ഇതത്തോട്, KP മുഹമ്മദ് അഷ്റഫ്, അസീസ് കൊളത്തൂർ, ബഷീർ അസീഫ്, സയ്യിദ് സഹ, നമ്മുടെ MC കമറുദ്ദീൻ്റെ പേര് ഞാൻ വായിച്ചോന്നറിയില്ല. ഏതായാലും MC ഇവിടെയുണ്ട്. നേരത്തെ തന്നെ അതുപോലെ BC റഹ്മാൻ, മറ്റെല്ലാവരും ഇവിടെ നേരത്തെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ വരാൻ വൈകി, ശരിക്കും വരാൻ വൈകി എങ്കിലും ഞാൻ പോയ കാര്യത്തിൻ്റെ കൂലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ ഇത് ആദ്യം എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞു. പിന്നെ ഇന്ന് വളരെ പ്രധാനമായൊരു സംഗതി വന്നു. അതായത് നമ്മുടെ തിരുവനന്തപുരം CH സെൻ്ററിന് അവിടെ ഒരു വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വഖഫായിട്ടൊരു വലിയൊരു കാര്യത്തിന് ഒരു സ്ഥലം തന്നെ കൊടുക്കണം എന്നുള്ള നെയ്യത്തുമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ന് ദുബായിൽ നിന്ന് വരികയാണ്. മാത്രമല്ല നമ്മുടെ ഇതിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം കമ്മിറ്റിയുടെ മറ്റൊരു ഭാരവാഹിയുണ്ട്, അമീൻക, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളായിരിക്കും. അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ഇദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ദുബായിൽ നിന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്തെത്തി. ഞാനും പോയി. അവരെ ഒറ്റ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സമ്പാദ്യമാക്കി ഉണ്ടാക്കി വെച്ച ഒരു ഭൂമി, ആ ഭൂമി അങ്ങനെ തന്നെ നമ്മുടെ തിരുവനന്തപുരം CH സെൻ്ററിന് നൽകണമെന്നാണ് അവരുടെ നിയോഗം. അപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, അതിൻ്റെ രേഖകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പോകുന്നത് അത്രയും പ്രധാനമായിട്ട് സംഗതി ആയതുകൊണ്ട് ഞാൻ 4:30 മണിക്ക് എണ്ണീറ്റ് പുറപ്പെട്ടതാണ്. പാലക്കാട് പോയി അവരുമായിട്ട് കണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റവും അടുത്ത ആളുകളാണ്. എങ്ങനെയെങ്കിലും പഠിച്ചോ സഹായിച്ചിട്ട് ഓടി എത്തണം എന്നുള്ളത്. പക്ഷേ കൃത്യത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ട്രെയിൻ കിട്ടി. നിങ്ങൾ കുറച്ച് കാത്തിരുന്നും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ കാത്തിരുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി, അവിടുത്തെ നല്ല കാര്യത്തിന് വേണ്ടി കാത്തിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ ക്ഷമക്കും മറ്റ് സംഗതിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കിടക്കുന്നത്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും എന്നെ വിളിക്കുന്നത് അത്ഭുതമുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഇവിടെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഷംനാട് സാഹിബിനെയും അതുപോലെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറുക്കുളത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളിൽ എല്ലാം നിങ്ങളെന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ വേറെ ആളെ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് എന്നെക്കാളും വലിയ ആളെ കിട്ടും. പക്ഷേ ചെറുക്കുളം ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ആയിട്ട് അവരുമായിട്ടുള്ളൊരു ബന്ധത്തിൽ എൻ്റെ ഒരു അടുപ്പം അത് വിചാരിച്ചാണ് നിങ്ങൾ വിളിക്കാറുള്ളത്. അത് വിചാരിച്ച് തന്നെ ഞാനും ഓടി വരാറുള്ള സംഗതിയുണ്ട്.
ടീൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ മറ്റ് നേതാക്കൾ, പിന്നെ എല്ലാം തന്നെ അന്തരിച്ച അടക്കമുള്ള ആളുകൾ, ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഒരുപാട് കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ മരിച്ചുപോയി. അവർക്കും നമ്മൾക്കും എല്ലാം അല്ലാഹു തആല അവൻ്റെ മഹത്തായ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ ഈ പരിപാടി വളരെ വളരെ വലിയൊരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് വന്യനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ഒരു ചികിത്സാ പദ്ധതിയുടെ ആദ്യത്തെ മുൻകൈയാണ്. അത് തന്നെ വലിയ കാര്യമായി. കാരണം വെച്ചാൽ തങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു മനുഷ്യനായിരുന്നു. തൻ്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ തന്നെ വലിയ വിശുദ്ധി കാണിച്ച നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആ ഒരു ജീവിത ഭീഷണവും ചൈതന്യവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയായിരിക്കും ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളത്. രോഗികളെ സഹായിക്കുന്ന നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും തങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. രോഗികളോട് അദ്ദേഹത്തിന് വലിയ ഹൃദയബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നമ്മളിവിടെ KMCC, അത് നമ്മുടെ കാസർഗോഡ് ജില്ലാ KMCC ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചികിത്സാ പദ്ധതിയാണിതിൽ. ശരിക്കും 50 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് അതിൽ ആദ്യത്തെ ഗഡുവാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതിലിപ്പോൾ 50 പേർക്ക് ഇത്രയും സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ കുട്ടികൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ടാകും, ഈ KMCCയുടെ പ്രവർത്തകന്മാർ എത്ര ഉത്സാഹിച്ചിട്ടുണ്ടാകും. മാത്രമല്ല അവർ ഉത്സാഹിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാം അതിന് കൂടി യോജിച്ച് വന്നതുകൊണ്ടാണ് ഈ പുണ്യകരമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് സംഭാവന കൊടുത്തുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹൈറായ ഒരു സംഗതിയായി ജാരിയായിട്ട് സദഖയായി സാധിക്കും. അപ്പോൾ ഇതിൽ പൈസ കൊടുത്ത് സഹായിച്ചവരുണ്ട്, പൈസ കൊടുക്കാതെ സഹായിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് വലിയ വലിയ സഹാബിമാർ വന്നിട്ട് പറഞ്ഞിരുന്നു, പൈസയും കാര്യമായിട്ട് ധാരാളമുള്ളവർ കൂട്ടങ്ങളെയും കാരക്കത്തോട്ടമൊക്കെ കൊടുക്കുന്നവരുണ്ട്. നബിയെ ഞങ്ങൾക്ക് എന്താ കിട്ടുക, ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കിത് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തത് നല്ല നിലയിൽ പെരുമാറാനും ദിക്ർ ചെല്ലാനും അതൊക്കെ തന്നെ അല്ലാഹു തആല ധർമ്മമായിട്ട് സ്വീകരിക്കുമെന്ന ആശ്വാസവചനമാണ്. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിൻ്റെ മീറ്റിങ്ങിൽ കൂടുക, അതിനുവേണ്ടി മറ്റ് സേവനങ്ങൾ ചെയ്യുക, ഇതെല്ലാം തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ വലിയ തോതിലുള്ള പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. അത്രയും പരിപാവനമായ ഒരു സംഗതിയാണ് നിങ്ങളിവിടെ നടത്തിയത്. പഠിച്ചവൻ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സൽക്കർമ്മമായി ജാരിയായ സദഖയായി സ്വീകരിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലാഹു തആല നമ്മുടെ മനസ്സിനും ശരീരത്തിനും കരുത്ത് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് വൈകിയാണെങ്കിൽ തന്നെ ഒരു ഔപചാരികതയുടെ പേരിൽ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം ഈ നിലയിൽ നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും.